ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ തന്നെ മക്കളെ എണീപ്പിക്കുകയാണ്. അവനാണ് ചേച്ചി വന്ന് എണീപ്പിച്ചത്. അവിടെ കിടത്തി കഴിഞ്ഞ് ഉരുണ്ടിങ്ങ് വന്ന് അവളെ എണീപ്പിച്ചു. അപ്പോൾ ആക്കുന്ന സ്കൂളിൽ പോകുന്ന ദിവസമാണ്. അപ്പം രാവിലെ എണീക്കാൻ കുറച്ച് മടിയാണ്. 8 മണിയെങ്കിൽ ആവും ഉറക്കം എണീക്കാൻ. ഞാനങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എണീക്കടി, സമയം 8 മണി കഴിഞ്ഞ്, സ്കൂളിൽ പോകണ്ടേ, എണീരെന്നും പറഞ്ഞ്. പിന്നെ മോനെ ആവി പിടിക്കുകയായിരുന്നു കേട്ടോ. മോന് പനിയാണ്, പനിയും കഫക്കെട്ടും ഒക്കെയാണ്. അതുകൊണ്ട് ആവി കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ആവി കൊടുക്കുവാണ്. ആവി കൊടുക്കാനൊന്നും ഇരിക്കത്തില്ല, അവൾക്ക് ഭയങ്കര പാടാണ് ആവി കൊടുക്കാനൊക്കെ ഇരിക്കാൻ. പിന്നെ അങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിരുത്തുവാണ്. പിന്നെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ അവൾക്ക് സ്നാക്സൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. കേക്കാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ സ്നാക്സ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലഞ്ച് കൊണ്ടുപോകണ്ട, കാരണം അവിടുന്ന് ചോറ് കൊടുക്കും. നമ്മൾ പ്ലേറ്റ് കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ കേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആൾക്ക് സ്നാക്സ് അങ്ങനെ ചില ദിവസങ്ങളിൽ കഴിക്കും, ചില ദിവസങ്ങളൊന്നും കഴിക്കത്തില്ല. ഇങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ ആദ്യം 2 വെച്ചത് കേട്ടോ. അന്നേരം അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ പറയുന്നത്, എനിക്ക് ഒരെണ്ണോടെ വേണം അമ്മയെന്ന്. അങ്ങനെ പിന്നെ ഒരെണ്ണം കൂടെ എടുത്ത് വെച്ച് കൊടുത്തു. ഞാനതാണ് ചോദിക്കുന്നത്, നിനക്ക് അന്നേരം വെച്ചപ്പോൾ പറഞ്ഞുകൂടായിരുന്നോ 3 വേണമെന്ന്. അങ്ങനെ പിന്നെ ഒരെണ്ണോടെ എടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ സ്നാക്സൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. തിന്നാനൊക്കെ പാടാണ്, ആഹാരം കഴിക്കാൻ പാടാണ്. അങ്ങനെ സ്നാക്സ്, പാത്രം, പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ആളെ പുതിയ ബോട്ടിലാണിത്. പഴയതൊരു വേറൊരു ബോട്ടിലായിരുന്നു. അപ്പം പുതിയൊരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാനും പാടാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് മേടിച്ചുകൊണ്ട് ഇപ്പോൾ എന്തായാലും വെള്ളം കുടിക്കുന്നുണ്ട്. അതുകൊണ്ടായതുകൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ട്, എപ്പോഴും നിറച്ച് ഫില്ല് ചെയ്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ സ്നാക്സ് ബോക്സ്, അതുപോലെ തന്നെ പ്ലേറ്റ്, പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ, ഇതെല്ലാം എടുത്ത് ബാഗിലെടുത്ത് വെക്കുകയാണ്. ഞാനെടുത്ത് വെച്ചില്ലെങ്കിൽ ആൾ മറന്നു പോകും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നോക്കാൻ നേരം ഒന്നും കാണത്തില്ല. ബുക്കും സ്നാക്സ് ബോക്സും എല്ലാം എടുത്ത് വെക്കുകയാണ്. പിന്നെ ആൾ ഒരുക്കുന്നതാണ് വലിയൊരു ടാസ്ക് കേട്ടോ. ആൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല, എല്ലാം ഒരുങ്ങുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. മുടി കെട്ടുന്ന ആയിക്കോട്ടെ, കണ്ണ് എഴുതുന്ന ആയിക്കോട്ടെ, എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അതൊരു കരച്ചിലാണ്. എവിടെ പോയിരിക്കാലും ആളെ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പിന്നെ പൗഡറൊക്കെ ഇട്ടു. അങ്ങനെ നല്ലോണം ഇരിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ആൾക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കണ്ണ് എഴുതുവാണ്. അതൊക്കെ വലിയ പാടാണ്, കണ്ണൊക്കെ എഴുതുന്നത്. അവൾക്ക് സ്വന്തമായിട്ട് എഴുതണം. പിന്നെ ഞാൻ അങ്ങനെ ഒരുക്കി കൊടുക്കും. മോനുണ്ടായിരുന്ന പാടാണ് ഇതെല്ലാം കൂടെ ചെയ്യാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. കണ്ണൊക്കെ അങ്ങോട്ട് വരച്ച് കൊടുക്കുകയാണ്. അവൾക്ക് തന്നെയല്ല ഒരുങ്ങണം. മുടി മാത്രം ഞാൻ കെട്ടി കൊടുക്കും, ബാക്കിയെല്ലാം അവൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ ഒരുക്കാൻ. അങ്ങനെ എന്തായാലും കണ്ണൊക്കെ വരച്ച് കൊടുക്കുകയാണ്. അവൾക്ക് കണ്ണ് അങ്ങോട്ട് പാലൊന്നും ഇടുന്നത് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. കണ്ണിൽ നീട്ടി എഴുതുന്നതൊന്നും ഇഷ്ടമല്ല. എല്ലാം ലൈറ്റായിട്ട് കണ്ണ് എഴുതുന്നതാണ് ഇഷ്ടം. അങ്ങനെ കണ്ണൊക്കെ അങ്ങോട്ട് വരച്ച് കൊടുത്തു. ആൾക്ക് മേക്കപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ഒത്തിരി സമയം എടുത്താണ് ആൾ ഒരുങ്ങുന്നതൊക്കെ. പിന്നെ മുടി കെട്ടാതിരുന്ന് അങ്ങനെ മുടി കെട്ടി കൊടുക്കുകയാണ്. മുടി അതുപോലെ തന്നെ എന്നും ഒരു ഹെയർ സ്റ്റൈൽ തന്നെ കെട്ടി കൊടുക്കുന്നത്. അവൾക്ക് അങ്ങനെ ഇങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ ഒന്നും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ കെട്ടിയാൽ പറയും പൊങ്ങിയിരിക്കും, അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. അവരുടെ സ്കൂളിൽ പിന്നെ പിന്നിട്ടുകൊണ്ട് പോകണമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല. അടുത്തൊരു സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. മാമ്പുഴ LPS എന്നാണ് സ്കൂളിൻ്റെ പേര്. അങ്ങനെ മുടിയൊക്കെ അങ്ങോട്ട് കെട്ടി കൊടുക്കുകയാണ്. രാവിലെ കുളിക്കുമ്പോൾ നനഞ്ഞ മുടിയായതുകൊണ്ട് അങ്ങനെ പിന്നിയൊന്നും കെട്ടി കൊടുക്കത്തില്ല. കാരണം വൈകിട്ട് വരുമ്പോഴത്തേനും മുടി നനഞ്ഞ മുടിയും കൂടെ ആയതുകൊണ്ട് ഉണങ്ങത്തില്ല, പാടാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് മുടി കെട്ടി കൊടുക്കുന്നത്. അപ്പം ആൾക്ക് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ രാവിലെ അങ്ങനെ തല കുളിക്കാറില്ല, വൈകിട്ടാണ് തല കുളിക്കാറ്. രാവിലെ പറം കൈവിട്ടാണ് പോകുന്നത്. അങ്ങനെ മുടി കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഇടയ്ക്ക് അച്ഛൻ അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ. അച്ഛനെന്ന് പറയുമ്പം ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. അങ്ങനെ മുടിയൊക്കെ അങ്ങോട്ട് കെട്ടി കൊടുക്കുകയാണ്. ആൾ TV നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. TV ഇട്ടിട്ടുണ്ട്. രാവിലെ TV കാണണം. കാർട്ടൂണാണ് കാണുന്നത്. അങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. TV കണ്ടാണ് മുടിയൊക്കെ കെട്ടായിരുന്നത് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി. അങ്ങനെ ലാസ്റ്റ് കെട്ടിയത് തപ്പി നോക്കുന്നുണ്ട്, കറക്റ്റ് ആയോ എന്നൊക്കെ തപ്പി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊട്ടൊക്കെ വെച്ച് കൊടുത്തു. പിന്നെയാണ് ആലോചിച്ചത് അവൾ ആഹാരം കഴിക്കാൻ പാടാണ്. പിന്നെ എങ്ങനെയെങ്കിലും സമയം 9:30 കഴിഞ്ഞു കേട്ടോ.
പിന്നെ എങ്ങനെയെങ്കിലും ഒരു ദോശ ഞാൻ എന്തായാലും അകത്താക്കി കൊടുത്തു. പിന്നെ പോവുകയാണ്. വാവയ്ക്കൊക്കെ ടാറ്റ പറഞ്ഞ് പിന്നെ വാവയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ആൾ സ്കൂളിലോട്ട് പോകുന്നത്. ഒരു വിഷമമൊക്കെ ഉണ്ട് പോകുന്നതിന്. അങ്ങനെ പിന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. അവന് രാവിലെ തന്നെ കുറുക്ക് കാച്ചണമായിരുന്നു. നമ്മൾ ജുസാ ഫുഡ്സിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കണ്ണങ്കായ പൊടിയാണ് നമ്മൾ രാവിലെ കൊടുക്കുന്നത്. അതിൽ നിന്ന് 2 സ്പൂൺ കണ്ണങ്കായ ഇടും. പിന്നെ നമ്മൾ പഞ്ചസാര അങ്ങനെ ഇടാറില്ല. പനങ്കൽക്കണ്ട് ഇങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പനങ്കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അന്നേരം കുട്ടികൾക്കായിരിക്കും നല്ലത്. പഞ്ചസാര കഫം ഉണ്ടാവും. അപ്പോൾ പനങ്കൽക്കണ്ടാവുമ്പോൾ അങ്ങനെ കഫം ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാരയല്ല പനങ്കൽക്കണ്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം ആൾക്ക് ആഹാരം കഴിക്കാനൊക്കെ പാടാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പോൾ പനിയും കൂടെ ആയതുകൊണ്ട് പാടാണ്, ഒട്ടും കഴിക്കത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വെളിയിൽ നിന്നാണ് കൊടുക്കുന്നത്. കാക്കേനെയും പൂച്ചേനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. പാടാണ് കഴിക്കാൻ. പനി ആയതുകൊണ്ട് ഇച്ചിരി പാടാണ് കഴിക്കാൻ. എങ്കിലും നമ്മൾ കുറച്ചെങ്കിലും കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ അവർക്ക് പാല് മാത്രം എത്രയെന്നും പറഞ്ഞ് കുടിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് കൊടുക്കും. കാക്കയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. കാക്ക ദോ വരുന്നു, പൂച്ച ദോ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്പൂണും കോരി കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും തോനെ സമയം എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കുടിക്കുകയാണ് ആൾ നോക്കി. ഇടയ്ക്കിടയ്ക്ക് ആ പാത്രം പിടിച്ച് താഴെ ഇടാൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ കാര്യം ഞാൻ നോക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാനങ്ങനെ ചായ കുടിക്കാറില്ല, കാപ്പിയാണ് കുടിക്കുന്നത്. കാപ്പി ഇടുവാണ്. എനിക്ക് ചായ അങ്ങനെ രാവിലെ അധികം ഇഷ്ടമല്ല കുടിക്കുന്നത്. കാപ്പിയാണ് ഇഷ്ടം. അന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് കാപ്പി അതിൻ്റെ കൂടെയാണ് കുടിക്കാറുള്ളത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് തന്നെ 10:30 മണിയായിട്ടുണ്ട്. ആ സമയത്താണ് എന്നും കഴിക്കുന്നത്. കാരണം സമയം കിട്ടാറില്ല. 2 പേരുടെ കാര്യങ്ങൾ നോക്കി വരുമ്പോഴത്തേനും നമുക്ക് എൻ്റേതായ കാര്യങ്ങൾ നോക്കാൻ സമയം കുറച്ചേ കാണൂ. എങ്കിലും കഴിക്കും ഞാൻ കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ ഒഴിച്ചു. ഒരു കാപ്പി ഏട്ടനും കൂടാണ് കേട്ടോ, ഹസ്ബൻഡിനും കൂടാണ്. അന്നേരം എൻ്റെ അടുത്ത് വിടുമ്പോൾ പറഞ്ഞത് എനിക്ക് വേണമെന്ന്. പിന്നെ അതുപോലെ തന്നെ രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ അമ്മ ഉണ്ടാക്കിയിട്ട് പോകും കേട്ടോ. കൊച്ചുണ്ടായതുകൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ നമുക്ക് പാടാണ്. അതുകൊണ്ട് രാവിലെ അമ്മ ചോറും വയ്ക്കും, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകും. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മസാലയൊക്കെ ഇട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് മസാലയൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടി ഒന്ന് തേവെല്ലാം പിടിപ്പിക്കാൻ വേണ്ടി കുറച്ച് നേരം അതിൽ മസാലയൊക്കെ പിടിച്ചാലേ കൊള്ളാവൂ. അതുകൊണ്ട് മസാലയൊക്കെ ഞാൻ തേച്ച് വെക്കുവാണ് പിടിക്കാൻ വേണ്ടി. അപ്പം പിടിക്കട്ടെ. ഇങ്ങനെയാണ് ഞങ്ങളെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ കറി വെക്കുന്ന ആ രീതിയിലാണ് ഞാൻ കറി വെക്കുന്നത്. പക്ഷേ ഇവിടെ ഉള്ള അങ്ങനെയൊന്നും അല്ല കേട്ടോ, കറി വെക്കുന്നത് വേറെ രീതിയിലാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിയാണ്, സവാള അരിയാണ്. അപ്പം സവാള അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് കണ്ണ് നീറുന്നുണ്ട് കേട്ടോ, എങ്കിലും അരിയാണ്. ഇതിൻ്റെ ഇടയ്ക്കും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചില്ല എന്നേ ഉള്ളൂ. അവനെ പിറമൊക്കെ കഴുകി, പനിയായിട്ട് തല ഒളിപ്പിക്കത്തില്ലല്ലോ, പിറമൊക്കെ കഴുകി ആളെ ഞാൻ ഉറക്കി കിടത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ചെയ്യാൻ താമസിക്കത്തില്ല. പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു. നമുക്ക് ഉള്ളിയൊക്കെ കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റണം കറിക്ക് വേണ്ടി. നമ്മൾ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്, കൊച്ചുള്ളി അങ്ങനെ എടുത്തിട്ടില്ല. സവാള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ സവാളയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ സവാള ഇട്ടിട്ട് കുറച്ചൊന്ന് വഴണ്ട് വരണം. ആ ഒരു ഉള്ളിയുടെ ഒരു കളർ മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കുവാണ്. അപ്പം ഈ വീഡിയോ എല്ലാം എടുത്ത് തരുന്നത് ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അവൾക്കിപ്പോൾ സ്കൂളിൽ പോകേണ്ട എക്സാമൊക്കെ ആയതുകൊണ്ട് സ്റ്റഡി ലീവ് കൊടുത്തേക്കുവാണ്. അപ്പോൾ ആളാണ് എനിക്ക് വീഡിയോ എല്ലാം എടുത്ത് തരുന്നത്. അവളില്ലായിരുന്നെങ്കിൽ പാടായിരുന്നു കേട്ടോ ഇതെല്ലാം എടുക്കാൻ. നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റുവാണ്. സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇട്ടു നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നു. നന്നായിട്ട് വഴണ്ടാൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു മധുരം ഇരിക്കും. അപ്പം നന്നായിട്ട് വഴറ്റി വരട്ടെ. അത് നന്നായിട്ട് ഇതാവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് സവാളയായി കിട്ടും. നമ്മൾ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ വഴണ്ട് വരുമ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ ഇട്ടായിരുന്നു കേട്ടോ.
ആ ചിക്കൻ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചത് അതിനകത്തോട്ട് തട്ടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പയറേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പരിപ്പ് വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഉണ്ടെങ്കിൽ മോൾ ചോറ് തിന്നും കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ കുറച്ചു പയറിനകത്തോട്ട് സവാളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു. നമുക്കത് കുക്കറിനകത്തോട്ട് വെച്ചിട്ട് വിസിലേൽപ്പിക്കാം, നല്ലോണം വേവണം കേട്ടോ. അപ്പോൾ ചിലവർ ഈ പയർ ഞങ്ങളെയൊക്കെ അവിടെ എന്ന് പറഞ്ഞാൽ പയർ ഇതുപോലെ കുറച്ച് 2-3 വിസിൽ കേൾപ്പിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. പക്ഷേ എനിക്കങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഇതില്ല. അതുകൊണ്ട് ഞാൻ 5-6 മാക്സിമം ഒരു 6 വിസിലൊക്കെ കേൾപ്പിക്കും. അപ്പോൾ നല്ലോണം വെള്ളം വെക്കും. അപ്പോൾ 6 വിസിലൊക്കെ കേൾക്കുമ്പോൾ നല്ലോണം പയർ വെന്ത് വരും. നമുക്ക് കരണ്ടി കൊണ്ട് തന്നെ പയർ ഉടച്ചെടുക്കാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ആക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ കറി ഇളകുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ കുറച്ച് ഏട്ടൻ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണ് ചിക്കൻ, അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആളുണർന്നു കേട്ടോ, ആളുണർന്നു. ഞാൻ അങ്ങനെ എൻ്റെ കൈ വരാൻ കരഞ്ഞു, അങ്ങനെ ഞാനെടുത്തു. കുക്കറിൻ്റെ സൗണ്ട് കേട്ടോണ്ടൊന്ന് പേടിച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പരിപ്പിന് നമ്മൾ അരപ്പൊക്കെ അരയ്ക്കുവാണ്. അരപ്പൊക്കെ അരച്ചു പരിപ്പിന് ഒഴിച്ച് കൊടുത്തു. അപ്പം ഇനി നമുക്ക് പപ്പടമൊക്കെ വറുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവൾ ചോറ് തിന്നും, ഇല്ലെങ്കിൽ ആൾ പാടാണ് ചോറ് തിന്നാൻ വേണ്ടി. എന്നും ഞാൻ വഴക്കാണ്, ചോറ് തിന്നെന്നും പറഞ്ഞു. ആൾക്ക് അങ്ങനെ ഇങ്ങനെ കറികളൊക്കെ വേണം, എന്നാലും തിന്നു. പിന്നെ നമ്മൾ പയറിന് കടുവൊക്കെ വറുത്തു. കടുവ വറുക്കുന്ന ആ പാത്രത്തിൽ തന്നെ നമ്മൾ പപ്പടവും കൂടെ വറുത്ത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയുടെ ഇത് പാചകം തീരും കേട്ടോ. കടുവ വറുക്കുവാണ്. അങ്ങനെ കടുവ വറുത്ത് പയറിന് ഒഴിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മോൻ കരയുന്നുണ്ട് അവിടെ ഇരുന്ന്. പിന്നെ ഞാൻ കറി വെക്കുന്നതുകൊണ്ടാണ് പിന്നെ എടുക്കാത്തത്. ആൾ അച്ഛൻ്റെ ഇരിപ്പുണ്ട്, അവിടെ ഇരുന്ന് എന്നെ നോക്കി ഇങ്ങനെ വിളിക്കുകയാണ്, മൂളി ഇരിക്കുകയാണ്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകത്തില്ല, പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. മൂളി ഇരിക്കുന്നതിന് പെട്ടെന്ന് ജോലികളൊക്കെ ഒതുക്കാൻ നോക്കുകയാണ് ആൾ. അല്ലെങ്കിൽ ദിവസങ്ങളിൽ കിടന്ന് ഉറങ്ങും കേട്ടോ. ഇന്ന് പനിയായതുകൊണ്ട് ആളിപ്പോൾ ഭയങ്കര നിർബന്ധവും, വേറെ ആരുടെ കയ്യിലും പോകത്തില്ല, എൻ്റെ കയ്യിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ കാണാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എൻ്റെ സൗണ്ട് കേട്ടാലും എന്നെ കണ്ടു കഴിഞ്ഞാലും ആൾ കരച്ചിൽ തുടങ്ങും. അതുകൊണ്ട് നമുക്കത് പാടാണ്. പിന്നെ ആരെങ്കിലും പോകാത്തതുകൊണ്ട് ഇരുന്നാണ്. ഇപ്പോൾ പനിയും കൂടെ ആയതുകൊണ്ട് ഒട്ടും പോകത്തില്ല, എൻ്റെ കയ്യിൽ നിന്ന് മാറത്തേ ഇല്ല. പപ്പടമൊക്കെ വറുക്കുകയാണ്. പപ്പടവും വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പും പപ്പടവും ഇറച്ചി കറിയുമാണ് അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം നമ്മൾ അങ്ങനെ ഇറച്ചിയൊന്നും മേടിക്കാറില്ല, ചില ദിവസങ്ങളിൽ മേടിക്കും. അങ്ങനെ ഇറച്ചിയൊക്കെ നമ്മൾ കൂടുതലും മേടിക്കുന്നത് ചിക്കനാണ് കേട്ടോ. ബീഫ് മേടിക്കും, എങ്കിലും ഇവിടെ ബീഫ് അമ്മയൊന്നും കൂട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരാൾ മാത്രം കൂട്ടാതിരിക്കുമ്പോൾ ഒരു വിഷമമില്ല. അതുകൊണ്ട് ചിക്കനാണ് മേടിക്കുന്നത്, കൂടുതലും ചിക്കനാണ് മേടിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്നു. 1:30 ആയി കേട്ടോ തിന്നപ്പോൾ. പിന്നെ വൈകിട്ടായപ്പോൾ മോൾ സ്കൂളിൽ നിന്ന് വന്ന് ഞാനും കൊച്ചും വെളിയിലിരിപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ട് ഓടി വരുവാണ്. പിന്നെ ചേച്ചിയും അനിയനും കൂടെ കളിയായി. അവൾ ID കാർഡ് എടുത്ത് വായി വെക്കാൻ പോകുന്നു കണ്ട, അങ്ങനെ അവൾ പിടിച്ച് മാറ്റുന്നു. ഇങ്ങനെ അവർ രണ്ടുപേരുടെ കളിയായി. ഇതെന്നും ഇങ്ങനെയാണ്, സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവൾക്ക് മടി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അടുത്ത് ഞങ്ങൾ നിൽപ്പുണ്ട്. അവനങ്ങനെ ഇരിക്കത്തില്ല, അവന് ഇരിക്കുന്ന ഇഷ്ടമല്ല, എപ്പോഴും ഇങ്ങനെ എണീറ്റ് നിൽക്കണം. അതുകൊണ്ട് അവളതിലങ്ങനെ ഇരിക്കത്തില്ല, കരയും. എങ്കിലും അവളെ മടി വെച്ച് കൊടുത്തില്ലെങ്കിൽ അവൾ കരയും. അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞു. പിന്നെ വൈകിട്ട് 3 മണി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ചായ ഇടും. അങ്ങനെ വൈകിട്ട് ചായയൊക്കെ ഇട്ടു, ചായയൊക്കെ ഒഴിച്ചു. ചായ പിന്നെ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. അപ്പം ഞങ്ങളെ വീട്ടിൽ കുറച്ച് അംഗസംഖ്യ കൂടുതലാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പിന്നെ ചായയൊക്കെ കുടിച്ചു. ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പിന്നെ വൈകിട്ടായപ്പോൾ എല്ലായിടം തൂത്തൊക്കെ വരുവാണ്. അങ്ങനെ അപ്പൂപ്പൻ TV കാണുകയാണ് കേട്ടോ. 5 മണിയാകുമ്പോഴേ TV കാണാൻ കയറും. സീരിയലൊക്കെയാണ് കൂടുതലും ആൾ കാണുന്നത്. അത് ചെവിയൊന്നും കേട്ടുകൂടാ കേട്ടോ, പാവമാണ്. പിന്നെ വൈകിട്ടായപ്പോൾ വിളക്കൊക്കെ തേച്ചു. വിളക്കൊക്കെ തേക്കുവാണ്. വിളക്കൊക്കെ തേച്ചു. അപ്പോൾ ഈ വീഡിയോ എടുത്തിരുന്നത് ഏട്ടനാണ് കേട്ടോ. പിന്നെ വിളക്കൊക്കെ കത്തിച്ചു. ഇതാണ് ഞങ്ങളുടെ വിളക്ക് റൂം. ഹാളിൽ തന്നെയാണ്, ഹാളിൽ ഒരു സൈഡിലായിട്ടാണ് വിളക്ക് റൂം വരുന്നത്. അപ്പം വിളക്ക് കത്തിച്ചു, പിന്നെ പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ബാക്കിലെല്ലാം അവൾ നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ മോള് നിൽപ്പുണ്ട്.
അപ്പോൾ ആൾ വീഡിയോയിലോട്ട് വരുന്നില്ല. പിന്നെ രാത്രി ഇതുപോലെ ബിരിയാണി രാത്രി ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ടി വി കണ്ടു. ഇത് ഹസ്ബൻഡിൻ്റെ അമ്മ, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അമ്മയും അച്ഛനാണ് ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ടി വി ഒക്കെ കണ്ടു, സീരിയൽ കാണുവാണ് കേട്ടോ. ഞാനങ്ങനെ സീരിയലൊന്നും കാണാറില്ല. ഇപ്പം കൊച്ചുണ്ടായതുകൊണ്ട് ഒട്ടും കാണാം.